ധനം 2-ലെ അടുത്ത ആഴ്ചത്തെ എപ്പിസോഡ് എന്താണെന്ന് നോക്കാം. ദേവി മാത്രമുള്ള സമയത്ത് ഉദയഭാനു ഗോമതി സ്റ്റോറിൽ വരുന്നുണ്ട്. ദേവി എന്തോ ഒരു പണിയിൽ തിരക്കായിരിക്കുന്ന സമയത്ത് ആരും കാണാതെ ഉദയഭാനു പെട്ടിയിൽ തുറന്ന് പൈസ എടുക്കുന്നു. മകളുടെ ജീവിതം നശിച്ചാലും കുഴപ്പമില്ല, ഇയാൾക്ക് മോഷണമെന്നും ഒരു കല തന്നെയാണല്ലോ. അതുപോലെ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് ദേവി ഇടയ്ക്ക് വിളിക്കുന്നൊക്കെ കാണിക്കുന്നുണ്ട്. അതിന് പുറമെ നമ്മുടെ ആനന്ദിന് ഇപ്പോഴും ദേവിയോട് ദേഷ്യമാണല്ലോ. അപ്പോൾ ആനന്ദ് ദേവിയോട് ചൂടാവുന്നുണ്ട്. നീ ആരോട് ചോദിച്ചിട്ടാണ് ഗോമതി സ്റ്റോറിൽ പോയത്? ഞാൻ നിനക്ക് സമ്മതം തന്നിരുന്നു ഗോമതി സ്റ്റോറിൽ പോകാൻ. നീ നാളെ തന്നെ ഇവിടെ എൻ്റെ വീട്ടുകാരോട് സത്യങ്ങളെല്ലാം തുറന്ന് പറഞ്ഞ് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോണം. അത് അല്ലാണ്ട് ഇവിടെ നീ ഇങ്ങനെ കോമഡി സ്റ്റോറിൽ പോയി എല്ലാവരെയും സോപ്പിട്ട് ഇവിടെ ഇങ്ങനെ നിൽക്കാമെന്ന് വിചാരിക്കേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ആനന്ദ് ദേവിനെ വഴക്ക് പറയുന്നുണ്ട്. പിന്നെ സുകന്യയുടെ ഒരു മൂവ്മെൻറ്റ് എന്താണെന്ന് വെച്ചാൽ സുകന്യ ധർമ്മനോട് പറയാണ്, ഞാൻ ഗോമതി സ്റ്റോറിൻ്റെ ഉടമകളിൽ ഒരാളായ ധർമ്മൻ്റെ ഭാര്യയാണല്ലോ ഞാൻ. അതുകൊണ്ട് ദേവി ഗോമതി സ്റ്റോറിലേക്ക് വരുന്നത് പോലെ ഇനി ഞാനും കടയിലോട്ട് വരാൻ പോവുകയാണ് എന്ന് പറയും. പക്ഷെ ധർമ്മൻ അത് തള്ളിക്കളയാൻ പറ്റില്ല. കാരണം ദേവിയെപ്പോലെ ധർമ്മ മുതലാളി എന്നാണല്ലോ പറയണത്. അതേപോലെ തന്നെ നമ്മുടെ അനു ഗോമതിയെ കാണുമ്പോൾ ഗോമതിയുടെ അടുത്തേക്ക് അമ്മയെന്ന് വിളിച്ച് സ്നേഹത്തിൽ വരും. പക്ഷേ ഗോമതിക്ക് അപ്പോൾ എല്ലാ ദേഷ്യവും കൂടിയാണ് ഗോമതി നിൽക്കുന്നത്. അപ്പോൾ ഗോമതി എന്ത് ചെയ്യും, കയ്യിലുണ്ടായിരുന്നൊരു ബക്കറ്റിലുണ്ടായിരുന്ന വെള്ളം എടുത്തിട്ട് അനുവിൻ്റെ മുഖത്തോട്ട് ഒഴിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അനു ആകെ വെള്ളത്തിൽ നനഞ്ഞ് കുളിച്ച് നിൽക്കുന്ന ഒരു സീനും അടുത്ത ആഴ്ചത്തെ എപ്പിസോഡിലുണ്ട്. നേരത്തെ തന്നെ ഈ സീരിയലിൻ്റെ വിശേഷങ്ങളും പ്രൊമോ ഡീറ്റെയിൽസും ഒക്കെ അറിയാൻ ആദ്യം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതിനുശേഷം ലൈക്ക് ചെയ്യുക. താങ്ക്